എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് എന്താണ് പൈൽസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെ വളരെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം. സംശയങ്ങളുള്ളവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് അയക്കാവുന്നതാണ്. പൈൽസ് എന്ന രോഗാവസ്ഥ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുമായിട്ടുള്ള, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന വീക്കമാണ്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹെമറോയിഡ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ മൂലക്കുരു. ഇതെല്ലാം ഒരു രോഗാവസ്ഥ തന്നെയാണ്, അതായത് പൈൽസ് തന്നെയാണ്. പലപ്പോഴും മറ്റു ചില അസുഖങ്ങൾ, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഫിഷർ, അതല്ലാന്നുണ്ടെങ്കിൽ പൈലോനഡൽ സൈനസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഫിസ്റ്റുല, ഇതെല്ലാം പൈൽസ് ആയിട്ട് തന്നെ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. അപ്പം മലദ്വാരം സംബന്ധമായിട്ടുണ്ടാകുന്ന എല്ലാ വ്യാധികളും നമുക്ക് പൈൽസ് ആണെന്ന് പറയാൻ സാധിക്കുന്നതല്ല. അതിന് തീർച്ചയായിട്ടും എക്സാമിനേഷൻ വളരെ അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും പൈൽസ് രണ്ട് വകഭേദങ്ങളായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഇന്റേണൽ ഹെമറോയിഡും, രണ്ടാമതായി എക്സ്റ്റേണൽ ഹെമറോയിഡും. ഇന്റേണൽ ഹെമറോയിഡ് മലദ്വാരത്തിന്റെ അകത്തുള്ള രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന വീക്കവും, എക്സ്റ്റേണൽ ഹെമറോയിഡ് മലദ്വാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന രക്തക്കുഴലുകൾക്ക് ഉണ്ടാകുന്ന വീക്കവും. അപ്പോൾ ഇതിൻ്റെ അവസ്ഥകൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ പ്രധാനമായിട്ടും നാലായിട്ടാണ് തരംതിരിക്കുന്നത്. ഫസ്റ്റ് ഡിഗ്രി ഹെമറോയിഡ്, അതേപോലെ സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി ഹെമറോയിഡ്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ആൾക്കാരിലും രക്തസ്രാവം, അതായത് അമിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ചില ആൾക്കാരിൽ ബ്ലീഡിങ് ഉണ്ടാകണം നിർബന്ധമില്ല. മലദ്വാരത്തിനോട് ചേർന്ന് തടുപ്പ് രൂപത്തിലുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ചൊറിച്ചിൽ, അതേപോലെ ചിലപ്പോൾ ഡിസ്ചാർജ് ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണങ്ങൾ. പൈൽസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഭക്ഷണ ക്രമീകരണത്തിൽ പച്ചക്കറിയുടെ കുറവ്, അതായത് ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങളുടെ കുറവ്, വെള്ളം കുടിക്കുന്നതിലുള്ള കുറവ്, അമിതമായിട്ട് ടോയ്ലറ്റിൽ പോയി സ്ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ, സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർ, അതേപോലെ മിക്ക ആൾക്കാരും ടോയ്ലറ്റിൽ പത്രം വായിക്കുന്ന ശീലം, അതല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉറപ്പായിട്ടും പൈൽസിലേക്ക് നയിക്കുന്നതിനുള്ള കാരണങ്ങളാകും. എങ്ങനെ പൈൽസ് മാനേജ് ചെയ്യാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. ടോയ്ലറ്റിൽ പോയി ഒരുപാട് നേരം സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. ഒരുപാട് ടൈം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക, അതായത് ലോങ് സിറ്റിംഗ് ഒഴിവാക്കുക ടോയ്ലറ്റിൽ പോയിട്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതായത് ഡയറ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് എക്സാമിൻ ചെയ്തിട്ട് നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. തുടക്കഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും മെഡിസിനിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതേസമയം കുറച്ച് പഴക്കം ചെന്ന അവസ്ഥയിൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഏത് വേണം എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.